ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വളരെ ബുദ്ധിമുട്ടേറിയ സബ്ജക്റ്റാണ് എന്ന് വിചാരിച്ച് പഠിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണോ? ഇനി മുതൽ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. ചാനലിൽ വരുന്ന ക്ലാസ്സസ് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് നിങ്ങൾക്കൊരിക്കലും ബുദ്ധിമുട്ടായി തീരില്ല. ഓക്കെ, കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ടാക്സ് ആദ്യമായിട്ട് പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ എന്നെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ടാക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം നമുക്ക് GST എന്താണ് എന്നതിലോട്ട് കടക്കാം. അപ്പോൾ എന്താണ് ടാക്സ് എന്ന് പറയുന്നത്? ടാക്സ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ടാക്സ് എന്താണ്? ടാക്സ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ചാർജാണ്. ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ചാർജാണ് ടാക്സ് എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ ഗവൺമെൻറ് ജനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന കമ്പൽസറി ആയിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന ഒരു ചാർജിനെയാണ് എന്ത് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് എന്തിനാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്? ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത് ഫോർ പബ്ലിക് വെൽഫെയർ, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ഡിഫെൻസ്, സെക്യൂരിറ്റി ആൻഡ് ഗവൺമെൻറ് സർവീസസ്, ഇത്തരം കാര്യങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? ടാക്സ് കളക്ട് ചെയ്യുന്നത്. ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ലോക്കൽ അതോറിറ്റീസും ആകാം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ് എന്ന് പറഞ്ഞു. ഇതാണ് ടാക്സിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി ഏതൊക്കെ ടൈപ്പ് ടാക്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടാക്സിനെ മെയിനായി ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ഡയറക്റ്റ് ടാക്സ്? Tax is paid directly by the taxpayer to the government. It is known as direct tax. ടാക്സ് ഒരു ടാക്സ് പേ ചെയ്യുന്ന ആൾ ഗവൺമെൻറ്റിന് നേരിട്ട് പേ ചെയ്യുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ഇൻ്റർമീഡിയറി ഒന്നും ഇല്ലാതെ ടാക്സ് പെയർ തന്നെ ഗവൺമെൻറ്റിന് നേരിട്ട് പേ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ബർഡൻ ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഒരാളിൽ തന്നെയാണ്. അതായത് ഒരു ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ഉള്ള ആൾ, അതായത് ഒരു സ്ലാബ് റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, അതിന് മുകളിൽ ഇൻകം വരുന്ന ആൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ആ ടാക്സ് ബർഡൻ അനുഭവിക്കേണ്ടി വരുന്നത് ആ ഇൻകം ഉള്ള ആൾ തന്നെയാണ്. അതുപോലെ തന്നെ അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടി വരുന്നതും അയാൾ തന്നെയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബർഡൻ ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഫാൾ ഓൺ ദ സെയിം പേഴ്സൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു ഫീച്ചറാണ് അത്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് പേ ചെയ്യപ്പെടുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്മേൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് കളക്ട് ചെയ്യുന്നത് ഇൻ്റർമീഡിയറീസിലൂടെയാണ്. അതായത് മാനുഫാക്ചേഴ്സ്, ട്രേഡേഴ്സ്, ഇമ്പോർട്ടേഴ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സാണ് ഇത് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ബർഡൻ ഓഫ് ടാക്സ് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു ഫൈനൽ കൺസ്യൂമർ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ഡയറക്റ്റ് ടാക്സിൽ നമ്മൾ പറഞ്ഞു ബർഡൻ ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഫാൾ ഓൺ ദ സെയിം പേഴ്സൺ എന്ന് പറഞ്ഞു. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സിൽ ബർഡൻ അനുഭവിക്കേണ്ടി വരുന്നത്, ടാക്സിൻ്റെ ബർഡൻ അല്ലെങ്കിൽ ടാക്സിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യേണ്ടി വരുന്നത് കസ്റ്റമറും അത് പേ ചെയ്യുന്നത് ഇൻ്റർമീഡിയറീസാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. നമ്മളിപ്പോൾ ഒരു സോപ്പ് വാങ്ങാൻ പോയി എന്ന് വിചാരിക്കുക. സോപ്പിന് 30 റുപ്പീസാണ് അതിൻ്റെ MRP എന്ന് കരുതുക. നമ്മൾ സെല്ലറിന് എത്ര രൂപയാണ് കൊടുക്കുക? 30 റുപ്പീസാണ് കൊടുക്കുക. അല്ലാതെ ടാക്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാറില്ല. 30 റുപ്പീസ് ഒറ്റ എമൗണ്ട് ആയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. ഇനി നമ്മളതിൻ്റെ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്നതിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ടാക്സ് നമ്മൾ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മളത് ഗവൺമെൻറ്റിന് നേരിട്ട് അടക്കുന്നില്ല. പക്ഷേ ആ ടാക്സ് ബർഡൻ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ടാക്സ് കോസ്റ്റ് ബെയർ ചെയ്യുന്ന ആരാണ്? കസ്റ്റമർ തന്നെയാണ്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ റിഫോം ആയിട്ടാണ് കണക്കാക്കുന്നത്. 1 ജൂലൈ 2017 ഇന്ത്യയിൽ ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ള ഈ ഒരു ന്യൂ ടാക്സ് റെജീം ഇന്ത്യയിൽ നിലവിൽ വന്നത്. 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് എന്നുള്ള മോട്ടോ ആണ് ഈ ഒരു ടാക്സ് റെജീമിനുള്ളത്. ഇനി
ഈ ഒരു ഇന്ത്യയിൽ ജി എസ് ടിയുടെ ഒരു ഇൻട്രൊഡക്ഷന് വളരെ ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട് എന്ന് തന്നെ പറയാം. ഇതിനു മുൻപ് ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഒത്തിരി ഇൻഡയറക്റ്റ് ടാക്സസ് പല പേരിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ടാക്സ് റേറ്റ്സ്, ടാക്സ് അതോറിറ്റീസ് ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അസസ്മെൻറ്റ് പ്രൊസീജിയർ കോംപ്ലക്സ് ആയിരുന്നു. മോഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഒക്കെ വളരെ കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായത് ജി എസ് ടി വന്നതിന് ശേഷമാണ്. ജി എസ് ടി വന്നതിന് ശേഷം പല പേരിൽ അറിയപ്പെട്ടിരുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് എല്ലാം അബോളിഷ് ചെയ്യുകയും അത് എല്ലാം തന്നെ മെജോറിറ്റി ഇൻഡയറക്റ്റ് ടാക്സസും ജി എസ് ടിയിലേക്ക് ലയിപ്പിക്കുകയുണ്ടായി. ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ വൺ ടാക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്താനാണ്. അതുകൊണ്ട് തന്നെ ജി എസ് ടിയുടെ ഒരു മോട്ടോ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടാക്സ് എന്താണ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അതുപോലെ തന്നെ ജി എസ് ടിയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ക്ലാസ്സസ് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. ഒരു ക്ലാസ്സും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.